ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ വലിയ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയത്. ഇപ്പോൾ അദ്ദേഹം സ്വയം പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണല്ലോ ഇതൊക്കെ പുറത്തു വരുന്നത്. ഞങ്ങൾ ഈ പുള്ളിയെ തുടക്കം മുതൽ തന്നെ മാറ്റി നിർത്തിയിരുന്നതാണ്. പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പിന്നെ നമ്മുടെ ചെന്നൈയിലെ പിന്നെ സ്മാർട്ട് അതൊരു വലിയ ആധികാരികമായ സ്ഥാപനമാണ്. അവരുടെ ഒരു വാറണ്ടിയെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോയത്. അല്ലാതെ ഞങ്ങൾ ഈ കാര്യത്തിൽ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. കൃത്യമായ പ്രൊസീജിയർ പാലിച്ച് ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ല. ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. ഇത്തരം അവതാരങ്ങളെ സംബന്ധിച്ച് അത് 99 മുതൽ ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ ഇത്തരം അവതാരങ്ങൾ പണ്ട് ഉണ്ടായിരുന്നതിൻ്റെ 10 പോലും ഇപ്പോൾ ഇല്ല. അപ്പം ഞാൻ പറയുന്നത് 2099 മുതൽ വരട്ടെ. ഇവിടെ ചില ആളുകൾ പറയുന്നത് കേട്ടാൽ ഞങ്ങളൊന്നും ഈ ബോർഡ് ഭരിച്ചിട്ടേ ഇല്ല, ഞങ്ങൾക്കൊന്നും ഇതിലൊരു പങ്കാളിത്തമേ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് തോന്നുന്നത്. അതൊക്കെ ഉണ്ടായിരുന്ന കാലമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഇവിടെ നീക്കട്ടെ. ഞാൻ പറയുന്നത് 99 മുതൽ വരട്ടെ. അന്വേഷണത്തിൽ വിജയ് മല്യ സ്വർണം പൂശിയ 98 സെപ്റ്റംബർ മുതൽ 2025 വരെ വ്യക്തമായ കാര്യങ്ങൾ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ അന്വേഷണം നടക്കട്ടെ, സമഗ്ര അന്വേഷണം നടക്കട്ടെ. അത് കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടും. ആ കോടതി അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പുറത്തു വരുന്ന വാർത്തകൾ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത്. അപ്പോൾ അദ്ദേഹം വലിയ ആരോപണത്തിൽ ദേവസ്വം ബോർഡിനെ നിർത്താൻ ശ്രമിച്ചു. ഇപ്പോൾ അദ്ദേഹം സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ കൃത്യമായ അന്വേഷണം വേണം. 2019 നമ്മുടെ ഉത്തരവിൽ എങ്ങനെയാണ് ചെമ്പ് പാളിയാണെന്ന് അല്ലെ, എനിക്കറിയില്ല. എന്തായാലും 2019 കൊടുത്ത ഉത്തരവിൽ, ബോർഡ് ഉത്തരവിൽ ഇയാളെ കയ്യിൽ കൊടുത്തുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അതേ അറിയാവൂ. കാരണം അതിൽ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിലും ഉത്തരവാദിത്വത്തിലും തിരുവാഭരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ കൊടുത്തുവിടണം, ശാസ്ത്രവിധിപ്രകാരം വിട്ടിരിക്കണമെന്ന് തന്നെയാണ് 2019 ബോർഡ് ഓർഡർ. പിന്നെ ഇതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നൊന്നും അത് അന്വേഷിക്കേണ്ടതാണ്.